അപ്പോൾ ഈ നേരത്തെ തന്ന ജനറൽ കൺസിഡറേഷൻസ് എല്ലാം നമ്മൾ അതിനെക്കുറിച്ചൊരു നല്ല ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലമാണ് ഈ ടോപ്പിക്കിലെ DC മെഷീൻ ഡിസൈനിലെ ഫസ്റ്റ് പ്രോബ്ലം. A design is required for a 50 kW 4-pole 600 RPM DC shunt generator. The full load terminal voltage being 220 volt. If the minimum flux density, air gap flux density is 0.83 Weber per, if the maximum air gap flux density is B maxima, if the maximum air gap flux density is 0.83 Weber per meter square, and the armature ampere conductors per meter are 30,000 turns. ഇവിടെ ആർമച്ചർ ആംബിയർ കണ്ടക്ടേഴ്സ് എന്നാണ്, ആർമച്ചർ ആംബിയർ കണ്ടക്ടേഴ്സ് എന്നേ ഉള്ളൂ. കണ്ടക്ടേഴ്സ് ആർ per meter 30,000. See, അതിനകത്ത് ആർമച്ചർ ആംബിയർ കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. And the armature ampere conductors per pole, per meter are 30,000. AC ampere conductors per meter 30,000. Calculate suitable dimensions of armature to give a square pole face. Assume that the full load armature voltage drop is 3% of the rated terminal voltage, and that the field current is 1% of the rated full load current. Ratio of pole arc to pole pitch is 0.67. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സംഗതികളൊക്കെ കുറിക്കുന്നു. തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C0 D2 LNS LN C0 D2 DLN C0 D2 LN. Here in the case of DC machine it is C0 is pi square B average AC into 10⁻³ and in this എന്താ തന്നിരിക്കുന്നത്? AC തന്നിട്ടുണ്ട്. വി ക്യാൻ നോട്ട് ഡൗൺ AC, ബട്ട് ബി ആവറേജ് ആണോ തന്നിരിക്കുന്നത്? അല്ല. ഇഫ് ദി മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് 0.83, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ BG ആണ്. ഞങ്ങൾ ഒന്നാമത്തെ മോഡ്യൂൾ ജസ്റ്റ് പ്രീവിയസ് പോർഷൻ, ഒന്നാമത്തെ മോഡ്യൂൾ സെക്കൻഡ് പാർട്ട്, അതിനകത്ത് നമ്മൾ BGയെക്കുറിച്ച് പഠിച്ചു. BG എന്ന് പറഞ്ഞാൽ ആ പോളിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലക്സാണ് BG. The flux density under the pole arc. Flux density under the pole arc is BG. BG ആണ് flux density under the pole arc. അപ്പോൾ അതിൽ നമുക്ക് പക്ഷേ നമ്മുടെ ഫോർമുലയിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് B ആവറേജാണ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് B ആവറേജ് ഫ്രം BG? അപ്പോൾ നമുക്ക് ഈ റിലേഷൻ അറിയാം. B ആവറേജ് ബൈ BG പറഞ്ഞിട്ടുള്ളതാണ്, ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ദ റേഷ്യോ ഓഫ് B ആവറേജ് ടു BG ഈസ് ദ ഫീൽഡ് ഫോം ഫാക്ടർ. അതാണ് പോളാർ ടു പോൾ പിച്ച്. പോളാർ ടു പോൾ പിച്ച് അതിവിടെ തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് പോളാർ ടു പോൾ പിച്ച് ഈസ് 0.67. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് പോളാർ ടു പോൾ പിച്ച് ഈസ് 0.67. അപ്പോൾ നമ്മൾ B ആവറേജ് ബൈ BG ഈസ് കോൾഡ് ദ ഫീൽഡ് ഫോം ഫാക്ടർ വിച്ച് ഇസ് സെയിം ആസ് ദ പോളാർ ടു പോൾ പിച്ച് റേഷ്യോ. അത് 0.67 എന്ന് എടുക്കാം. അങ്ങനെയാവുമ്പോഴേ നമുക്ക് B ആവറേജ് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് B ആവറേജ് ലൈക്ക് ദിസ് ഫീൽഡ് ഫോം ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ BG. അപ്പോൾ 0.5561 വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് ആ ഔട്ട്പുട്ട് ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്. സോ C0 ഈസ് ഈക്വൽ ടു C0, the coefficient C0 is equal to pi square B average into AC into 10⁻³ we get as 164.65. N എത്രയാ സ്പീഡ് ഇവിടെ തന്നിരിക്കുന്നത് 600 RPM ആണ്. ക്വസ്റ്റ്യൻ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് 600 RPM എന്നാണ്. 600 RPM സ്പീഡ്. അപ്പം നമുക്ക്
ഇനി പി എ എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. പി എ, പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ, പി എ അതെങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് ഇ ഇൻറ്റു ഐ എ വേണം. പി എ ഈസ് ഇ ഇൻറ്റു ഐ എ, ഇ ഇൻറ്റു ഐ എ. അത് 50 kW തന്നിട്ടുണ്ട്, പക്ഷേ എഫിഷ്യൻസിയെക്കുറിച്ച് ഒരു വിവരവും പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബേസിക് എക്സ്പ്രഷൻ എടുക്കുന്നത്. അപ്പോൾ ഇ വേണം. ഇ വേണ്ടുന്നത് എങ്ങനെയാണ്? ഇതെന്താണ്? ഡി സി ജനറേറ്ററാണ്. ഇറ്റ്സ് എ ഡി സി ജനറേറ്റർ. ഡി സി ജനറേറ്റർ ആകുമ്പോഴത്തേക്ക് വി ടേക്ക് ഇറ്റ് ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഷൻ ജനറേറ്റർ ആകുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് വിൽ ബി കണക്റ്റഡ് ലൈക്ക് ദിസ്. ഈ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ആർമച്ചർ, ഫീൽഡ് വൈൻഡിങ്. We connect the field winding across the armature winding and the load is taken like this. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കറണ്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് ജനറേറ്ററിൽ, ഷൻ ജനറേറ്ററിൽ. ദിസ് ഈ മൊത്തം കറണ്ട് ആർമച്ചർ കറണ്ടിൽ നിന്നൊരു അല്പം ഭാഗം ഫീൽഡിലോട്ട് പോകും. ദാറ്റ് ഈസ് ഐ എഫ്. ഐ എൽ ഈസ് ഐ എ മൈനസ് ഐ എഫ് ഓർ ഐ എൽ പ്ലസ് ഐ എഫ് ഈസ് ഐ എ. അപ്പോൾ നമ്മൾ വി ഈസ് ഈക്വൽ ടു വി എൽ പ്ലസ് ലോഡ് വോൾട്ടേജ് ആണ് വി എൽ. വി എൽ എന്ന് പറയുന്ന ലോഡ് വോൾട്ടേജ്. ദിസ് വോൾട്ടേജ് ഇസ് വി എൽ. ഈ വോൾട്ടേജാണ് വി എൽ എന്ന് പറയുന്നത്. ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ദാറ്റ് വി എൽ പ്ലസ് ഐ എ ആർ എ, ദിസ് ഇസ് ഐ എ ഇൻറ്റു ആർ എ ഇസ് ദി ആർമച്ചർ റെസിസ്റ്റൻസ്. അത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ദി ആർമച്ചർ ഡ്രോപ്പ് ടെർമിനൽ വോൾട്ടേജ് ബീയിങ് 220 volts, വി എൽ 220 volts എന്ന് പറയുന്നുണ്ട്. പിന്നെ അസ്യൂം ദാറ്റ് ദ ഫുൾ ലോഡ് ആർമച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് 3% of the rated terminal voltage. Assume that the full load armature voltage drop ഇവിടെ തന്നിട്ടുണ്ട്, ഈസ് 3% of the rated terminal voltage. അത് 220 ആണ്. അതിൽ 3% എന്ന് പറയുമ്പോഴത്തേക്ക് 3/100 ഓഫ് 220. അപ്പോൾ 220യുടെ കൂടെ വി എൽ പ്ലസ് ഐ എ ആർ എ. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 226.6 volts. ഇനി ഫുൾ ലോഡ് കറണ്ട് ഐ എൽ നമുക്ക് കണ്ടുപിടിക്കാം. ഹൗ യു കമ്പ്യൂട്ട് ദ കറണ്ട്? ഐ എ കണ്ടുപിടിക്കുന്നതിന് ഹൗ യു കമ്പ്യൂട്ട് ദ കറണ്ട് ഇവിടുത്തെ കെ ഡബ്ല്യു തന്നിട്ടുണ്ട്, 50 kW. ദ ഔട്ട്പുട്ട് ഓഫ് ദി ജനറേറ്റർ ഈസ് 50 kW ആണ്. വി ഇൻറ്റു ഐ എൽ ഈസ് ദി ഔട്ട്പുട്ട്. ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഐ എൽ, ഷൻ ജനറേറ്ററിൻ്റെ പവർ ഈസ് ഈക്വൽ ടു വി എൽ ഇൻറ്റു ഐ എൽ. പവർ ഈസ് ഈക്വൽ ടു വി എൽ ഇൻറ്റു ഐ എൽ. P is equal to, rated power is equal to VL into IL watts. So the full load current will be 50 into 10 raised to 3 divided by 220. We get as 227.27 amperes. IL. ആർമച്ചർ കറണ്ടോ? ആർമച്ചർ കറണ്ട് ഇവിടെ പറയുന്നുണ്ട് ഐ എൽ പ്ലസ് ഐ എ ആണ്. ഐ എൽ പ്ലസ് ഐ എഫ് ആണ് ഐ എ. ഐ എൽ പ്ലസ് ഐ എഫ്. ഈ നമ്മൾ ഈ ആർമച്ചറിൽ ഉണ്ടാകുന്ന കറണ്ടിൽ ഒരു സ്വല്പം ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഫീൽഡിൽ കൂടെ പോകും. അപ്പോൾ ഐ എഫ് ബാക്കിയേ നമുക്ക് ലോഡിൽ കൂടെ കിട്ടുകയുള്ളൂ. അപ്പം ആക്ച്വലി ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എഫ്. ദിസ് റിലേഷൻഷിപ്പ് വി വെരി വെൽ നോ. സോ ദി ആർമച്ചർ കറണ്ട് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ലൈക്ക് ദിസ്. 227.27 plus 2.27 equal to 229.54 amperes. So we can find out the power developed in the armature, PA, is E into IA. അപ്പോൾ നോക്കണം, പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ PA. നമുക്ക് ആ ഔട്ട്പുട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പവറാണ് PA. ഇൻ ടേംസ് ഓഫ് PA ആണ്. PA ഈസ് ഈക്വൽ ടു C0 d² ln എന്നാണ് ഇവിടെ. അപ്പം അതിന് നമുക്ക് PA വേണം. PA ഈസ് ബേസിക്കലി E ഇൻറ്റു IA. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ആർമച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഇറ്റ്സ് 226.6 ഇൻറ്റു 229.54, ദാറ്റ് ഈസ് 52 kW. അപ്പോൾ ഇതൊരു 50 kW മെഷീൻ ആയപ്പോഴാണ്. അപ്പോൾ അന്നേരം നമുക്ക് PA എന്ന് പറയുന്നത് 52 kW. ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലൈക്ക് ദിസ് വിത്ത് ദിസ് ഡേറ്റ. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നമുക്ക് PA ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ വി ഫൗണ്ട് ഔട്ട് PA. അതിൽ നിന്ന് നമുക്ക് യൂസ് ദി ഔട്ട്പുട്ട് ഇക്വേഷൻ. വി ക്യാൻ ഫൈൻഡ് ഔട്ട് the quantity d square L. So d square L equal to
PA divided by C0n. D square L equal to PA divided by C0n. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഡി സ്ക്വയറിൽ എങ്ങനെ കിട്ടി? ഇനി ഫോർ എ സ്ക്വയർ പോൾ ഫേസ് ആകുമ്പോഴത്തേക്ക് എൽ ഈക്വൽ ടു സ്ക്വയർ പോൾ ഫേസ്. അപ്പോൾ പോളാർക്ക് ലെങ്ത് തന്നെയാണ് അതിൻ്റെ ലെങ്ത്, മെഷീൻ്റെ ലെങ്ത്. റെഫർ ബാക്ക് ദി സിങ്കണസ് മെഷീൻ പോർഷൻ. സ്ക്വയർ പോൾ ഫേസ് ആകുമ്പോൾ പോളാർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മെഷീൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും. എൽ ഈക്വൽ ടു പോളാർക്ക്. അപ്പോൾ അതൊന്ന് ബാക്ക് റെഫറൻസ് നടത്തുക. ഇത് നമുക്കിതിനകത്ത് എൽ ബൈ ടോ തന്നിട്ടുണ്ട്. എൽ ബൈ ടോ എന്ന് പറയുന്നത് പോളാർക്ക് ബൈ പോൾ പിച്ച്. പോളാർക്ക് ലെങ്ത്, ഈ എൽ എന്ന് പറയുന്ന പോളാർക്ക് എന്നെ തുല്യമാണ്. അപ്പം എൽ ബൈ ടോ എന്ന് പറഞ്ഞാൽ പോളാർക്ക് ബൈ പോൾ പിച്ച്, ഇറ്റ് ഈസ് 0.67. സോ എൽ ഈസ് ഈക്വൽ ടു 0.67 ടൈംസ് ടോ. ടോ എന്ന് പറഞ്ഞാൽ പോൾ പിച്ചാണ്, പൈ ഡി ബൈ പി. സോ എൽ ഈസ് ഈക്വൽ ടു 0.67 ഇൻറ്റു പൈ ഡി ബൈ പി ഈക്വൽ ടു ദിസ് എൽ ഇൻ ടേംസ് ഓഫ് ഡി നമുക്ക് കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഡി സ്ക്വയർ എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എൽ എന്ന് പറയുന്നത് ഇത്രയുമാണ്, 0.03158. അപ്പോൾ ഡി സ്ക്വയർ എൽ ഇൻറ്റു വി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എൽ, അപ്പോൾ അതിൽ നിന്ന് ഡി കിട്ടും. ഡി ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ദിസ് മച്ച്. സോ വി ക്യാൻ നൗ ഫൈൻഡ് ഔട്ട് എൽ. ഡി 0.3915 മീറ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനി എല്ല് കണ്ടുപിടിക്കാം. സോ എൽ ഈസ് ഈക്വൽ ടു, we have the equation 0.5262D. So L is equal to 0.2060 meter. അപ്പോൾ നമ്മൾ മെയിൻ ഡയമെൻഷൻ മാത്രമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് യു പുട്ട് ദാറ്റ് വിതിൻ എ ബോക്സ്. സോ D is equal to so much and L equal to so much. Now the second problem എന്താണ്? Find the main dimensions of a 200 kW 250 volt 6 pole 100 rpm DC compound generator. The maximum value of flux density in the air gap is 0.87 bob per meter square. ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റിയെ തന്നിരിക്കുന്നത്. ആൻഡ് എ സി പെർ മീറ്റർ, ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ, അത് എ സി തന്നെ. ഓഫ് ആർമച്ചർ പെരിഫറി ആർ 31,000 എ സി ആണ് തന്നിരിക്കുന്നത്. മറ്റ് മൂന്ന് കാര്യങ്ങളോട് തന്നിട്ടുണ്ട്. പോളാർക്ക് ബൈ പോൾ പിച്ച് is 0.67, efficiency 91%, L by tau, length of core by pole pitch is 0.75. അപ്പം നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ ബി ജി തന്നിരിക്കുന്നത് സൊല്യൂഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന ഇവിടെ മുതലാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും എഴുതുന്നതാണ്. സൊല്യൂഷൻ പാർട്ട് വേർതിരിച്ചറിയണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടം വരെയാണ്. To this you have the question, okay, and the solution. ബി ജിയാണ് തന്നിരിക്കുന്നത്, ബി ആവറേജ് അല്ല. ബട്ട് വി നീഡ് ബി ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ആവറേജ് ബൈ ബി ജി എന്ന് പറയുന്നത് പോളാർ ടു പോൾ പിച്ചാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അത് 0.67 ആണ് പോളാർ ടു പോൾ പിച്ച്. അപ്പോൾ ബി ആവറേജ് സമം 0.67 ഇൻറ്റു ബി ജി, 0.67 ഇൻറ്റു ബി ജി, ദറ്റ് ഈസ് 0.583 വെബർ പെർ മീറ്റർ സ്ക്വയർ. In the case of a generator കാര്യത്തിൽ നമുക്ക് we have this equation, approximate equation. ആദ്യം ആ ഡിസൈൻ ഇക്വേഷൻ പറഞ്ഞപ്പോഴേ എൻ്റെ കൂടെ പറഞ്ഞതാണ്. പി എ ഈക്വൽ ടു ആർമച്ചർ പവർ ഈക്വൽ ടു പി ബൈ എഫിഷ്യൻസി. ഈ ഫോർമുല ഒന്ന് കാണാതെ പഠിക്കണം. പി എ ആർമച്ചർ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പി ബൈ എഫിഷ്യൻസി, വെയർ പി ഈസ് എപ്പോഴും തന്നിരിക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ റേറ്റഡ് പവറാണ്. മെഷീന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പവറാണ് ഈ തന്നിരിക്കുന്ന റേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഈ മെഷീൻ്റെ നെയിം പ്ലേറ്റിൽ കാണുന്ന പവറാണ് കണ്ടിന്യൂസ് പവർ, റേറ്റഡ് പവർ. പി ആണത് ഔട്ട്പുട്ടാണ് എപ്പോഴും. അപ്പോൾ അത് 200 kW തന്നിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് പി എ. എഫിഷ്യൻസി തന്നിട്ടുണ്ട്, എഫിഷ്യൻസി ഈസ് 0.91. യു ഫൈൻഡ് ഔട്ട് പി എ. Now we have the output equation, PA equal to C0 D square L N, where N is 1500 by 60, it's a 1000 RPM. See, it is 1000 RPM.
So n is equal to 1000 by 60, speed in RPS, from which we can find out using the formula output coefficient C0 കണ്ടുപിടിക്കുക പൈ സ്ക്വയർ ബി ആവറേജ് എ സി ഇൻറ്റു 10⁻³ പൈ സ്ക്വയർ ബി ആവറേജ് എ സി ഇൻറ്റു 10⁻³ അപ്പോൾ C0 കണ്ടു. ഡി സ്ക്വയർ എൽ നമുക്ക് പി എ ബൈ C0 n എന്ന് കണ്ടുപിടിക്കാം. ഇസ് 219.78 divided by 178.37 by 1000 by 60. We get d square L equal to 0.0739. ഇനി നമുക്ക് എൽ ബൈ ടോ റേഷ്യോ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് കോർ എൽ ബൈ ടോ, ലെങ്ത് ഓഫ് കോർ ബൈ പോൾ പിച്ച്, ലെങ്ത് ഓഫ് കോർ ബൈ പോൾ പിച്ച് ഈസ് 0.75 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൽ ബൈ ടോ റേഷ്യോ 0.75 എന്ന് തന്നിട്ടുണ്ട്. So L is equal to 0.75 times tau. Tau is pi d by p. 0.75 into pi d by p. അപ്പോൾ 0.75 into pi d by 6 പോളാണ്. p equal to 6. L in terms of d കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ d square L, d square L ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. d square L. അപ്പോൾ so d is equal to this much and from which L can be obtained. L എന്ന് പറയുന്നത് 0.3927 d ആണ്. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു 0.3927 d. സോ വി ഗെറ്റ് എൽ ഈസ് ഈക്വൽ ടു 0.235 മീറ്റർ. അപ്പോൾ ഇതിനകത്ത് ബേസിക് പ്രോബ്ലമാണ്, എല്ലും ഡിയും കണ്ടുപിടിച്ചാൽ മതി. സോ ഇൻ ദിസ് വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഡി ആൻഡ് എൽ. സോ ഡി ഈക്വൽ ടു 0.573 മീറ്റർ ആൻഡ് എൽ ഈക്വൽ ടു 0.225 മീറ്റർ. സോ ദോസ് ആർ ദി ആൻസേഴ്സ്.